ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ ടോപ്പിക് വളരെ 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 എക്സൈറ്റിംഗ് ആണ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോണേ? ഞങ്ങളുടെ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നൊക്ലാച്ചിയ ഉള്ള സാധനമാണ്. നിങ്ങൾ ഓർക്കണം, അത് 12 വർഷം പിന്നിലേക്ക് ഞങ്ങൾ ഓർമ്മകള്. അപ്പൊ എവിടെയാ തുടങ്ങണ്ടേ? ആദ്യം എന്റെ കാര്യം പറയാം. കോളേജ് ടൈമിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, പ്രണയം പൂത്തുലയുന്നത്. അപ്പോ എന്റെ പാരന്റ്സ് എന്നിലുള്ള വിശ്വാസത്തോടു കൂടി എന്നെ ഒരു വുമൻസ് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. സുഹൃത്തുക്കളെ, വുമൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഇങ്ങ് കന്യാകുമാരിയിൽ ആണ് ഞാൻ പഠിച്ചത്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമായിരുന്നു. പക്ഷെ തമിഴ്നാടിന്റെ അങ്ങ് വടക്കോട്ടായിട്ട് കോയമ്പത്തൂരിനടുത്തുള്ള ഒരു കോളേജിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. ഇദ്ദേഹം തെക്ക് കന്യാകുമാരി. നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ കണ്ടുപിട്ടിന്നല്ലേ? അപ്പൊ ഈ കോളേജില് 3rd ഇയർ ആയപ്പം തമിഴ്നാട്ടില് കോളേജിൽ പഠിച്ചവർക്കെല്ലാം അറിയാം, സിംപോസിയം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു ഈവന്റ് ഉണ്ട്. അത് ഒരു കോളേജിൽ അവർ ആ ഈവന്റ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് തമിഴ്നാട്ടിലെ ഏത് കോളേജിലുള്ള പിള്ളേർക്ക് വേണോ അവിടെ വന്ന് പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യാം, പിന്നെന്താ മോഡൽ മേക്കിംഗ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം ഇവരെ പോലുള്ള ഒരു ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പഠിപ്പിച്ച് ക്ലാസ് കട്ട് ചെയ്യാതെ ഇതിലേക്ക് പങ്കെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഒരു ഗ്യാങ് എന്താ പറയാ മോഡൽ മേക്കിങ്ങിന് ഇറങ്ങി തിരിച്ചു. മോഡൽ മേക്ക് ചെയ്തിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യും. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതേ. അപ്പൊ അങ്ങനെ പുള്ളിക്കാരെ പേപ്പർ പ്രസന്റേഷൻ അല്ലേ? അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങളിങ്ങനെ കോളേജിൽ ഇങ്ങനെ തേരപ്പാര ഇന്റർവെൽ സമയത്ത് ഇങ്ങനെ തേരപ്പാര നടന്നുകൊണ്ടിരുന്നപ്പം നോട്ടീസ് ബോർഡിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ കൊണ്ടു. അതായത് ഇങ്ങനെ കന്യാകുമാരി ഭാഗത്തുള്ള ഒരു കോളേജിൽ ടെക്നിക്കൽ സിമ്പോസിയം നടക്കുന്നു. അപ്പം നമുക്ക് പേപ്പർ പ്രസന്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു റിസർച്ച് ടോപ്പിക് എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാം. ഞങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ നിന്ന് വലിയാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു അവസരമായിരുന്നു. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തട്ടിക്കൂട്ടി HOD കാണിച്ച് HOD പെർമിഷൻ വാങ്ങിച്ച് നേരെ വിടാം കന്യാകുമാരി. ഒരു 10-13 മണിക്കൂർ എന്തോ യാത്രയുണ്ട് ട്രെയിനിൽ. അപ്പോൾ ഓക്കെ, അന്ന് അങ്ങനെ വിടാന്നുള്ളത് അവനും ചാർജായി, ഞാനും ചാർജായി. ടോപ്പിക്ക് എടുത്തു. ചുമ്മാ അതിൽ ഒരു എന്തോ ഒരു റിപ്പോർട്ട് പോലെയൊക്കെ റെഡിയാക്കി HOD കാണിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ പോയി പ്രസന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെർമിഷനൊക്കെ തന്നു. അങ്ങനെ ഞങ്ങള് വണ്ടി കയറുകയാണ് സുഹൃത്തുക്കളെ കന്യാകുമാരിയിലേക്ക്. ഞങ്ങളെ കോളേജിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയായിരുന്നു ഈ കോളേജ്, 2 മണിക്കൂർ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അത് ചെയ്യാനായിട്ട് അവിടെ എത്തുന്നു. പുള്ളിക്കാരൻ പേപ്പർ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് അവിടെ എത്തുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഞാന് വന്ന് ഇറങ്ങി അങ്ങനെ കോളേജിലൂടെ തേരപ്പാരയൊക്കെ നടക്കുമ്പോൾ ബൈ ദ വേ ആ പ്രസന്റ് ചെയ്ത കോളേജ് പൂട്ടി കേട്ടോ. എന്തോ ഇതിന്റെ ഐശ്വര്യമാണെന്ന് തോന്നുന്നു. വന്നിറങ്ങി ആ കോളേജൊക്കെ ഇങ്ങനെ തേരപ്പാര അതുവഴിയൊക്കെ നടന്ന് വായി നോക്കി നടന്ന് എന്തോ ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പട പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ നോക്കിയപ്പോൾ ആ പെൺപടയുടെ ഇടയിൽ സുന്ദരിയും സുമുഖയുമായ ഈ നൂഡിൽസ് തലയിച്ചി അതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ. ഇങ്ങനെ നൂഡിൽസ് പോലെ കിടക്കായിരുന്നു. അപ്പൊ ഈ നൂഡിൽസ് ഒക്കെ പോലെ കിടക്കുന്ന ഒരു കൗതുകം തോന്നി. നമ്മൾ ഇങ്ങനെ കാണാനും കൊള്ളാം, അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി ഒരു കുട്ടി. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പ്രസന്റേഷൻ ഹാളിലേക്ക് കയറാനുള്ള പരിപാടിയിലായിരുന്നു. അതെ, കാണുന്നില്ല. അപ്പോൾ പ്രസന്റേഷൻ ചെയ്യുന്ന ഹാളിലേക്ക് കയറാൻ ഉള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ആ ഹാളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഇതാ ഞാൻ നോട്ടം വിട്ട ആ കുട്ടി അവളും അതേ ഹാളിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവൾ ആ ഹാളിലേക്ക് കയറുന്നു. അവിടെ അല്ലായിരുന്നല്ലോ മോഡൽ പ്രസന്റേഷൻ, അല്ല മോഡൽ മേക്കിങ്ങും പരിപാടിയൊന്നും അവിടെ അല്ലായിരുന്നു. അതെന്തോ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ വന്നത് അല്ലേ? കഴിഞ്ഞിട്ടാണ് അവിടെ അങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തുടക്കത്തിലല്ലേ ഞാൻ കാണുന്നേ. പിന്നെ തുടക്കത്തില് ഞാനിങ്ങനെ തിരിഞ്ഞ് എന്തോ പുറകിലുള്ള കുറച്ച് കമ്പനിയുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ പുറകിലോട്ട് നോക്കുമ്പോ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ
ഒന്ന് കണ്ടു നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ബ്ലാക്ക് ഷർട്ട്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഷർട്ട്, ചുമ്മാ ഒരു സ്ട്രൈക്ക് ഒന്നിങ്ങനെ സ്ട്രൈക്ക് നോക്കി. അപ്പോഴാണ് ഞാൻ ഒരു നോട്ടം കാണുന്നത്. പിന്നെ ഞങ്ങള് മോഡൽ മേക്കിങ്ങിന് അങ്ങോട്ട് പോയി, ഇവര് പ്രസന്റേഷന്റെ ഹാളിലോട്ട് പോയി. തിരിച്ച് വീണ്ടും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഹാളിൽ തന്നെ വരികയാണ് പരിപാടി കഴിഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പുറകിൽ ഇവരുടെ തൊട്ട് പുറകിലായിട്ടൊക്കെ ഇരുന്നു. അപ്പൊ ഈ പുള്ളി മാന്യൻ, ഒന്നും മിണ്ടൂല, ഭയങ്കര മസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ മറ്റേ കൂടെ വന്ന പുള്ളിക്കാരനായിട്ട് ഞങ്ങൾ കമ്പനിയായി, നല്ലോണം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ജാടായിട്ടിരിക്കുക. ഞാനിങ്ങനെ കൊച്ചിനെ വീഴ്ത്തണമല്ലോ, അപ്പൊ കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ട് നമ്മളന്ന് മറ്റേ ഈ തമിഴ് സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ച് ഇങ്ങനെ സ്റ്റൈലൊക്കെ ഇട്ട് മസിലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയും വീഴ്ത്തണമല്ലോ എന്തായാലും. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുക. ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോ പുള്ളിക്കാരൻ സംസാരിക്കാനായിട്ട് വരികയാണ്. എന്റെ അടുത്ത് വന്നിട്ട് പേരെന്താണ്, ഫേസ്ബുക്കിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, പേര് ഗോപികയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങ് പിരിഞ്ഞു. ഒരുപാടൊന്നും ചോദിക്കുന്നില്ല പുള്ളി. സംഭവം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പൊ ഞാനും എൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ടും ഉണ്ട്, ലിബിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് കയറാനുള്ള 2 ബസ് എന്തോ ഉണ്ട്. അപ്പം ഇതൊരു സിമ്പോസിയത്തിന് വന്നവർക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ ഈ വിമൻസ് കോളേജിൻ്റെ എന്തോ ബസ്സിലാണ് കയറിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം കോളേജിൻ്റെ ബസ് എന്തോ ആണ്. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ വേറൊരു ബസ്സിലോട്ട്, അത് അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ടും കണ്ടു പോകുന്ന ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിലോട്ട് ഞങ്ങളും കയറിയിരുന്നു. അപ്പോൾ കയറിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അളിയാ ഇത് എങ്ങനെ, ഇപ്പം നമ്മൾ ഇതിന് ശേഷം ഇനി കാണില്ലല്ലോ, അപ്പം എങ്ങനെ ഇതൊന്ന് പറയണ്ടേ, പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റൂ, അല്ലാതെ നമ്മളെങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, നമുക്കിനി കാണാനൊന്നും പറ്റില്ലല്ലോ, കാരണം ഞങ്ങളങ്ങ് വടക്കും ഇവിടെ തെക്കുവാണല്ലോ. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ കൂട്ടുകാരെയും പോലെ അവൻ പറഞ്ഞു, എന്നാ പാടാ, നമുക്ക് സംസാരിക്കാടാ, നമുക്ക് പറയാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചാർജ് ചെയ്യാം, എന്നാ പറയാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അവനോട് നേരെ നടന്നു. നോക്കിയപ്പോൾ ബസ്സിൽ കയറി, എല്ലാവരും ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പാടാ കയറാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി നോക്കിയപ്പോൾ ഒരു ബസ് മൊത്തം പെണ്ണുങ്ങൾ. ഞാനത് വിമൻസ് കോളേജിൻ്റെ ബസ്സാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ബസ് മൊത്തം പെണ്ണുങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, ഭാഗ്യത്തിന് ഇവള് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വേഗം കാര്യം പറഞ്ഞു, ഇതുപോലെ. അപ്പോൾ ഞാൻ എന്തായാലും കാര്യം പറഞ്ഞു, ഇതുപോലെ ഫേസ്ബുക്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇതാണ് ID എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ID ഒക്കെ കൊടുത്ത് ഒരു മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളിങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മെസ്സേജ് ഇടുവോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ മെസ്സേജ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബസ്സിൽ കയറിയിരുന്നു. അപ്പോഴേക്കും ഹായ് ഇങ്ങെത്തി. അപ്പം ഞാൻ വിചാരിച്ചത് കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഹായ് അയച്ചതാണ്, അത് അവളുടെ കൂട്ടുകാരികൾ അയച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഒരു ഹായ് വന്നു, നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ, തുടങ്ങിയില്ലേ പരിപാടി. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഫോണ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് എന്തോ ഞാൻ നാട്ടിലോട്ട് പോകും, തിരിച്ച് വീട്ടിലോട്ട് എപ്പോൾ പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഫോൺ തരും. അങ്ങനെയാണ് ഞാൻ തിരിച്ച് ഫോൺ വാങ്ങുന്നത്. അതിൽ മെസ്സേജ് വീണ്ടും കാണുന്നു. അപ്പം ഞാൻ പുള്ളിയെടുത്ത് ആയിട്ടിട്ട് ഞാൻ കോളേജിൽ ഞങ്ങൾക്ക് ഒരു ഈവനിങ് ടൈം ഞങ്ങൾക്ക് ലാബ് യൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ ജിമെയിലിൽ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതില് ജിമെയിൽ ത്രൂ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതില്ലെന്ന് തോന്നുന്നു, ഉണ്ട് അത്. അപ്പൊ ഞങ്ങൾ അതിൽ കൂടെയാണ് സംസാരിക്കാറ് കോളേജിൽ ഉള്ളത്. പിന്നല്ലാതെ ഇങ്ങനെ വീട്ടിൽ പോകുമ്പോഴാണ് FBയിൽ ഇങ്ങനെ കയറി കാണുന്നതും. അപ്പൊ ഞാൻ ഒരു ദിവസം അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം വീട്ടിലോട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് വീണ്ടും ഇടുകയാണ് പുള്ളിക്ക്. പുള്ളിയുടെ മെസ്സേജ് കണ്ടു, ഞാനിങ്ങനെ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറയുന്നു. അപ്പൊ തന്നെ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്. വേറെ സംസാരമൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പുള്ളി ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി അപ്പോൾ ഒന്ന് കത്തിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇത് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഇങ്ങനെ ഗൈസ് നിങ്ങൾ പറ, പെട്ടെന്ന് ഒരു പെണ്ണെടുത്തെന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷനിലോട്ടൊക്കെ പോകാൻ കുറച്ച് പേടിയാണ്. കാരണം എനിക്കറിയാം എൻ്റെ വീട്ടുകാരെ അവർ സമ്മതിക്കാൻ പോണില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റിലേഷനിൽ പോകാൻ എനിക്ക് പേടിയാണ്. പക്ഷെ ഞാൻ ഭയങ്കര സപ്പോർട്ടറാണ് ആർക്കെങ്കിലും ഇങ്ങനെ റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ എന്തായാലും ആസ് യൂഷ്വൽ നോ പറഞ്ഞു, നടക്കില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ട് പോവാം.
ഇതൊന്നും ശരിയാവില്ല, ഫ്രണ്ട്സായിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കൺവിൻസ് ചെയ്ത് ഫ്രണ്ടാക്കിച്ചു. കൺവിൻസ് ആവും. ഫ്രണ്ടാക്കി അങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ പോയി. പുള്ളിക്ക് ഇടക്കിടക്ക് ഇതിങ്ങനെ വരും, പറ്റില്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പുള്ളിയെ കൺവിൻസ് ചെയ്ത് വീണ്ടും ഫ്രണ്ടാക്കി വെക്കും. ഇതിങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ ഒരു 10 മാസത്തോളം ഞാൻ പുള്ളിയെ ഇങ്ങനെ ഫ്രണ്ടാക്കി വെച്ചു. പക്ഷെ എനിക്ക് പുള്ളിയെ അങ്ങോട്ട് വിടാനും പറ്റണില്ല പൂർണ്ണമായിട്ട്, എന്നാ ഇത് അക്സെപ്റ്റ് ചെയ്യാനും, ഇങ്ങനെ ലവ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു. പക്ഷെ അതെ, അത് പലവട്ടം ഞാൻ ചോദിച്ചു, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല എന്ന് പറ, നമുക്ക് നിർത്താം. അല്ലാതെ എനിക്ക് ഈ മിഡിൽ ഗ്രൗണ്ട് പരിപാടി ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടായിട്ടിരിക്കാം, അല്ല മറ്റേത് പറ്റൂല, നമുക്ക് ഫ്രണ്ടായിട്ടിരിക്കാം, കാണാതിരിക്കാൻ പറ്റൂല, ഇത് നമ്മളെ കൊണ്ട് പറ്റൂല. എന്റെ ഒരു ഫീലിങ്സ് കൂടി കടന്നു പോയവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും. നമുക്കെന്ന് പറഞ്ഞാൽ പേടിയുണ്ട്, എന്നാ ആളെ ഇഷ്ടവുമാണ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലിരിക്കുക ഒരു സുപ്രഭാതത്തില് അപ്പൊ ഞങ്ങൾ കുറെ കൂടെ ഒക്കെ അടുത്തു. ഈ 10 മാസത്തോളം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. എന്താ പറയാ, ആ ഒരു ഇഷ്ടം ഇങ്ങനെ ഉണ്ട്. അപ്പം ഇങ്ങനെ പോകാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം. അപ്പൊ ഞാനൊരു 10 മാസം ആയപ്പോഴത്തേക്ക് എന്താ പറയാ, ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും ഇത് ഉറപ്പിച്ചു, ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഒരു മാരേജ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ യെസ് പറയുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഡിസംബർ 12 യെസ് പറയാണ്. അപ്പം എന്തായിരുന്നു നിന്റെ ഒരു ചേതോ വിഹാരം? ഡിസംബറിൽ അല്ലല്ലേ? സോറി, ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. ഓക്കെ, അങ്ങനെ അവൾ അല്ല എന്ത് പെട്ടെന്ന് ദുരന്തമൊക്കെ ഓർമ്മ വന്നു. അപ്പൊ എനിവേ, ജോക്സ് അപ്പാർട്ട്, അങ്ങനെ യെസ് പറയുകയാണ്. ഞങ്ങള് റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ് ഒഫീഷ്യലി. പിന്നെ കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. കാരണം കുറച്ചാൾ കഴിഞ്ഞ്, അതെ, കാരണം നമുക്ക് ജോലി വേണം. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ, ഐ മീൻ ഗ്രാജുവേഷന് മുമ്പേ തന്നെ ജോലിക്ക് കയറിയായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരു അതെ, ഒരു 21 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ദിവസത്തിന്. അപ്പൊ ആ 21 ദിവസത്തേക്ക് ഇവളെന്നെ ചേട്ടാന്നാണ് വിളിക്കാൻ എന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടി. പക്ഷേ ഇവൾ പാലിക്കാറില്ല ചേട്ട. എനിവേ, ഞാൻ ഒരു തിരുവനന്തപുരത്ത് തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ കാരണം ജോലിയൊക്കെ വേണമല്ലോ, വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് ഒക്കുന്നില്ല. കാരണം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മേനെയും വേദനിപ്പിച്ചിട്ട് ഒളിച്ചോടി വരിക, ഇങ്ങനത്തെ സംഭവം ഒന്നും എൻ്റെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒരു ജോലി വാങ്ങുക, അത് പിന്നെ ഒരു സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പം. കാരണം വീട്ടുകാർക്ക് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്, ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത്. അല്ല, ഈ ഒളിച്ചോടുന്ന പരിപാടി എന്റെ വീട്ടിലും നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ല, ചിലപ്പോൾ അറിയില്ല, മേ ബി. ഞങ്ങൾ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം മൈൻഡിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിൽ പിടിച്ചു നിൽക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ എസ് പറഞ്ഞത്. പക്ഷെ ഇത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ആ സ്ട്രഗിൾ തുടങ്ങി. അപ്പം ഇവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു നിബന്ധന, അങ്ങനെ ഒരു സംഭവം അവർക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവളുടെ ഉടായിപ്പാണോന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് സർക്കാർ ജോലി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് സർക്കാർ ജോലിയോ അങ്ങനെ എനിക്ക് പ്രൈവറ്റ് ഫേം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റും അങ്ങനെയുള്ള കൂട്ടുകാരും അങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിളുമാണ് എനിക്കുള്ളത്. അല്ലാതെ ഈ PSCയുടെ പുറത്ത് പോകുന്ന ഒരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലായിരുന്നു എനിക്ക്. PSCയിലോട്ട് കയറാം അല്ലെങ്കിൽ സർക്കാർ ജോലിയിലോട്ട് നോക്കാം എന്നുള്ളൊരു പരിപാടിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു PSC സെന്ററിൽ ജോയിൻ ചെയ്യുകയാണ്. കണ്ടുമുട്ട ഓരോരോ ഞങ്ങൾ കാണുന്നത്. ഇതിന്റെ ഇടയിലൊന്നും ഞങ്ങള് ഈ എല്ലാരെയും പോലെ എപ്പോഴെപ്പോഴും കാണുന്ന പരിപാടിയൊന്നുമില്ല. ഫോണിൽ സംസാരിക്കുന്നതല്ലാതെ കാണുന്നത് വളരെ വിരളായിട്ട് ഞങ്ങള് കാണാറുള്ളൂ. പിന്നെ ഈ കോച്ചിങ് നടക്കുമ്പോഴാണ് ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങള് കാണാറുണ്ട്, അത്രേ ഉള്ളൂ. കോച്ചിങ് ഇരിക്കുമ്പോൾ കാണുന്നു, വരുന്നു. അപ്പൊ അതങ്ങനെ. എൻ്റെ ഫാമിലി കുറച്ച് സ്ട്രിക്റ്റ് ഫാമിലിയാണ്. എനിക്ക് കുറച്ച് പേടിയും ഒക്കെ ഉള്ള, അത് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ പേടിച്ച് നടക്കുന്ന ഒരാളാണ്. ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ PSC കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അവിടെ പല എക്സാംസ് ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ട്വിസ്റ്റ് സംഭവിച്ചത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവക്കൊരു ആലോചന വന്നു. അപ്പൊ കിളി പാറി. അപ്പൊ സംഭവം കുറച്ച് സീരിയസ് ആയി. അപ്പൊ കുറച്ച് ടൈം ഭയങ്കരമായിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴേക്ക് സംശയം തോന്നിയിട്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. സംശയം തോന്നിയിട്ടാണോ അറിയില്ല. അപ്പൊ എന്തായാലും അതിനുള്ള പരിപാടികൾ തുടങ്ങി അവര്. അപ്പോൾ
കുറച്ച് ടൈം പ്രഷർ വന്നു. അങ്ങനെ ഈ സംഭവം വീട്ടിൽ അവതരിപ്പിക്കാമെന്നുള്ളൊരു പരിപാടിയിലായി. അപ്പോൾ ഞാനും അങ്ങനെ വീട്ടിൽ അറിയിച്ചു. ഞാൻ ആദ്യം എൻ്റെ അച്ഛനെയാണ് അറിയിക്കുന്നത്. അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. ആക്ച്വലി അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. പൊതുവെ ബോയ്സിന്റെ വീടുകളിൽ പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. മെജോറിറ്റി അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാറില്ല. എൻ്റെ വീട്ടില് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് ഞാൻ വീട്ടിലറിയിച്ചു. വലിയ സീനൊന്നും ഉണ്ടായില്ല. കുറച്ച് ഒരു ഇതൊക്കെ ചോദിച്ചു, വേണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിന്നു. അപ്പോൾ അവരൊക്കെ ആയി. അപ്പോൾ പ്രശ്നം മൊത്തം ഇവളുടെ സൈഡിലായിരുന്നു. ഒന്ന് ഈ പറയുന്ന പോലെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സെയിം ഏജ് അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഇൻ്റർകാസ്റ്റ് ആണ് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു കടമ്പ, അതായത് ജോലി എന്നുള്ളൊരു കടമ്പ ഞാൻ സോൾവ് ചെയ്തു. സംഭവം എനിക്ക് ആ സമയത്ത് ബഹ്റൈനിലൊരു ജോബ് കിട്ടി. അങ്ങനെ ബഹ്റൈനിലോട്ട് QC എഞ്ചിനീയറായിട്ട് ഞാൻ പറക്കുകയാണ്. അങ്ങനെ അത് കിട്ടി. അത് സെറ്റായതിന് 1 വർഷത്തിന് ശേഷം കല്യാണം. അവസാനം ഞാനിങ്ങനെ പിടിച്ചു നിന്നു. അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് 2-2.5 വർഷത്തോളം അങ്ങനെ പിടിച്ചു നിന്നു വീട്ടില്. അവരും പക്ഷെ എന്നെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. എന്നുവെച്ചാൽ വേറെ കല്യാണാലോചനകൾ കൊണ്ടുവരിക അങ്ങനത്തെ അതൊന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ എന്താ പറയാ, ഇതിന്റെ ഒരു ദേഷ്യവും ചെറിയൊരു പിണക്കങ്ങളും ഒക്കെ ആയിട്ട് അത് നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പം അത് എന്തിനു ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പം അവര് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അപ്പൊ അവർക്ക് ചില ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആഗ്രഹങ്ങളും ആർക്കായാലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം അവരൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിലാണ്. അങ്ങനെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. അവർ ഇപ്പോൾ എനിക്ക് അച്ഛനമ്മയും പോലെയാണ്. അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് അങ്ങനെ കുറച്ച് പ്രഷറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബഹ്റൈനിൽ പോയി. 1 വർഷത്തിന് ശേഷം ഒരു ഡിസംബർ 12, 2019 ഞങ്ങളുടെ കല്യാണം നടക്കുകയാണ്. കല്യാണം അടിപൊളിയായിട്ട് പോകുന്നു, സ്ട്രോങ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രേമിച്ച് നടന്നിരുന്ന കാലത്തിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് നമുക്കെന്തോ ഒരു നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ലേഡിയെ നമുക്ക് ഇമ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴും ഒരു റൊമാൻസ് എലമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ, ടു ബി ഓണസ്റ്റ്. അപ്പോൾ 6 വർഷം പിന്നിട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് വരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ ഒരു വേറൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഫുള്ളി ഇതില് ഇതായിട്ട് പോകും. പക്ഷെ മാരേജ് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി മാറി. ഞങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒരു കുഞ്ഞൊക്കെ കൂടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സിനെ പോലെ ആവാൻ തുടങ്ങി. അതായത് ഡെയിലി ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഡെയിലി നടക്കുന്ന സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അപ്പം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിന്നൊരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, നല്ല ചങ്ക് സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ട്രാൻസിഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ടായതിനു ശേഷം ലൈഫ് ഭയങ്കര കംഫർട്ടബിൾ ആവാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു പ്രഷർ റിലീസ് ആവാൻ തുടങ്ങി ഞങ്ങളിൽ നിന്ന്. മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കുക, ലവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇതേ ആയിരിക്കത്തില്ല മാരേജ് കഴിയുമ്പോൾ. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഫാമിലി ആയില്ലേ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ നിങ്ങൾ പരസ്പരം അത് മനസ്സിലാക്കുക, പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക. രണ്ടുപേരുടെയും ഈ ഫ്ലോസ് ഒക്കെ വരുന്നതും ഒരാൾക്ക് എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാത്തടത്താണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നീ അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയായിരുന്നു. ഇപ്പം ആദ്യത്തെ സമയത്തൊക്കെ ഞാനും ഇങ്ങനെ പറയെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറയും. എന്താ? അതെ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു റിലേഷൻഷിപ്പും അങ്ങനെ വേണം എന്നുള്ളതാണ്. ഈ ഒരു ട്രാൻസിഷൻ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം നമുക്കൊരു പേഴ്സണൽ മെസ്സേജ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. അതായത് ആ പയ്യൻ ആക്ച്വലി അവൻ്റെ ലൈഫ് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പെൺകുട്ടി ആ ഒരു റൊമാൻസ് എലമെന്റ് കുറയുന്നു എന്നുള്ള ഒരു ഫീലിംഗ് പെൺകുട്ടിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ റൊമാൻസ് എലമെന്റ് കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല,
അവൻ അവൻ്റെ ലൈഫ് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ആ ലൈഫ് സെറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ഈ പണ്ടുണ്ടായിരുന്ന പോലെ 7-8 മണിക്കൂറുള്ള ഫോൺ കോള്, ഡെയിലി ഉള്ള മെസ്സേജ്, മിനിറ്റ് ഉള്ള ടെക്സ്റ്റിങ് അങ്ങനെയൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ സംസാരിച്ചാണ് തീർക്കേണ്ടത്. അതായത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാലും അത് പ്രശ്നമാണ്. നമുക്കിങ്ങനൊരു ട്രാൻസിഷൻ ഫേസിലാണ് ഞങ്ങൾ മെൻ്റലി എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റേ ആളിൽ നിന്നുള്ളത് പറയുക. അതെ, നമ്മൾ ഒരു മെൻ്റൽ ട്രാൻസിഷനിലാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പാർട്ട്ണർ അത് മനസ്സിലാക്കി എന്നിട്ട് ആ ഒരു പരസ്പരം അക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ നീ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രഷർ സ്റ്റേജിലാണ് നിൻ്റെ പാർട്ട്ണർ ഉള്ളത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകും ലൈഫ്. നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലിനെസ് ഫീൽ ചെയ്യും പാർട്ട്ണറുമായിട്ട്. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ആക്ച്വലി ആ ഒരു സ്റ്റേജിലാണ്. ഞങ്ങൾ ആ ഒരു പാർട്ട്ണറായിട്ട് തന്നെ കാണുക, എല്ലാ കാര്യവും ഷെയർ ചെയ്ത്, ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭംഗിയായിട്ട് പോകും. അല്ലാതെ എല്ലാം ഞാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് ഒരാൾ പ്രഷർ എടുക്കും, അതിൻ്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും പാർട്ട്ണറിൻ്റെ അടുത്ത് തീർക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പൊളിച്ചങ്ങോട്ട് പോവുക. അപ്പൊ ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ച ലവ് സ്റ്റോറി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഇനിയും ഉള്ള വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണത്. അപ്പം കൂടെ ഉണ്ടാവുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. ബൈ.